പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ നവംബർ മാസത്തിൻ്റെ പ്രത്യേക ചൈതന്യത്തിൽ ഈ ദിവസങ്ങൾ അങ്ങ് ഞങ്ങളെ നയിക്കുകയായിരുന്നു. വലിയ സ്നേഹത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ അവസാന ദിവസം കർത്താവെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ അങ്ങയുടെ കരുണയുടെ ഉറവിടങ്ങളായിട്ട് കർത്താവെ അങ്ങ് ഞങ്ങളെ നിറച്ച് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ബലിയർപ്പണങ്ങളും അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ ആത്മാക്കളെയും ശുദ്ധീകരണ സ്ഥലത്തെ മുഴുവനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഇന്നേ ദിനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വലിയൊരു ദൗത്യമുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈശോയെ, അതറിഞ്ഞ് അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിനത്തിലെ ശുശ്രൂഷകളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അങ്ങയുടെ തിരഹിതം മനസ്സിലാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഉന്നതമായ അഭിഷേകത്തിനു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അഭിഷേകത്തിനായി നമുക്കൊരുമിച്ച് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അഭിഷേകം പകരണമേ പരിശുദ്ധ റൂഹായേ, പുതു സൃഷ്ടിയായ എന്നെ മാറ്റണമേ പരിശുദ്ധ റൂഹായേ. ദാഹിച്ച് പ്രാർത്ഥിച്ചേ. ഓ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധി നൽകണമേ പരിശുദ്ധ റൂഹായേ, പരിശുദ്ധി നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, വലിയ പരിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗത്തിന്റെ മക്കളാക്കി ഞങ്ങളെ ഭൂമിയിൽ മാറ്റണമേ. സ്വർഗീയ പരിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. എല്ലാ അഭിഷേകത്തിനു വേണ്ടി പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ, എന്ന് നമ്മളെ നിയന്ത്രിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നിത്യജീവൻ നേടാൻ, നിത്യതയിൽ ചേരാൻ, നിത്യനാം ദൈവത്തെ വാഴ്ത്താൻ. അതെ, നിത്യജീവൻ നേടാൻ, നിത്യതയിൽ ചേരാൻ, നിത്യനാം ദൈവത്തെ വാഴ്ത്താൻ. നിത്യജീവൻ നേടാൻ, നിത്യതയിൽ ചേരാൻ, നിത്യനാം ദൈവത്തെ വാഴ്ത്താൻ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച മക്കളെ, നിത്യജീവൻ നേടാൻ, നിത്യതയിൽ ചേരാൻ, നിത്യനാം ദൈവത്തെ വാഴ്ത്താൻ. അഭിഷേകം പകരണമേ പരിശുദ്ധ റൂഹായേ. എല്ലാ മക്കളിലേക്കും അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഓരോരുത്തരിലേക്കും പുതിയ അഭിഷേകം, പുതിയ സൃഷ്ടി, പുതിയ ശക്തി, പുതിയ ചൈതന്യം അറിയട്ടെ. പകരണമേ പരിശുദ്ധ റൂഹായേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ പരിശുദ്ധ റൂഹായേ. പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പുതിയ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പുതിയ ചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശക്തിയും ബലവും അഭിഷേകവും കൃപയും നിറച്ചു നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ പുതിയ ചൈതന്യത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധി നൽകണമേ അകത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആത്മാവേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ ചൈതന്യം ഞങ്ങളിൽ നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അങ്ങേക്കറിയാം, അങ്ങേക്ക് മാത്രമാണ് ഞങ്ങളെ അറിയാവുന്നത്. അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങൾക്ക് വേണ്ടത് നൽകണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ, ഞങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ, ഞങ്ങളെ അവിടുന്ന് നിയന്ത്രിക്കണമേ. സ്വർഗത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ, സ്വർഗത്തിൻ്റെ മനസ്സറിയുന്ന ദൈവത്തിൻ്റെ ആത്മാവേ, അങ്ങ് ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളെ നയിക്കണമേ, നിയന്ത്രിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ
നിങ്ങളെ പോലെ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് സ്വർഗത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് ലോകം മുഴുവനും സഭയ്ക്കും, പൗരോഹിത്യത്തിനും, അഭിഷിക്തർക്കും, എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അതിനുവേണ്ടി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ ദൈവഹിതത്തിന് സമർപ്പിച്ച അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നവംബർ മാസത്തിൻ്റെ ഈ 10 ദിവസങ്ങൾ കർത്താവിൻ്റെ കൂടെ ആയിരുന്ന് സ്വർഗത്തെക്കുറിച്ച്, ശുദ്ധികൻ ആത്മാക്കളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയായിരുന്നു, ധ്യാനിക്കുകയായിരുന്നു. ശുദ്ധികൻ ആത്മാക്കൾക്ക് വേണ്ടി തീഷ്ണതയോടെ അവരുടെ വേദന മനസ്സിലാക്കി, സഹനം മനസ്സിലാക്കി, നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവർ പ്രാപിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തെ അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അതിനുവേണ്ടി ദൈവം നമ്മെ വിളിച്ചു, ഒരുക്കി. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇന്ന് ഈ അവസാന ദിവസം നമ്മളായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വലിയ ചിന്ത, ഒരു വചനം ഇതാണ്. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചനം. അവിടെ പറയാണ്, മനുഷ്യ, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിത അന്ത്യത്തെക്കുറിച്ച് ഓർക്കണം, അപ്പോൾ നീ പാപം ചെയ്യില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണത്തിൻ്റെ ആവശ്യം എന്താണ്? പാപത്തിൻ്റെ മേഖലയാണ്, പാപത്തിൻ്റെ മാലിന്യമാണ്, പാപത്തിൻ്റെ അശുദ്ധിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ജീവിത അന്ത്യത്തെക്കുറിച്ച് ഓർക്കണം. എന്താണ് ജീവിതാന്ത്യം? നമുക്കൊരു മരണമുണ്ട്, അത് കഴിഞ്ഞാൽ നമുക്കൊരു ഉയർപ്പുണ്ട്, അതിനുശേഷം നമുക്കൊരു വിധിയുണ്ട്, ആ വിധിക്കനുസരിച്ച് സ്വർഗമുണ്ട്, നരകമുണ്ട്. നമുക്ക് സ്വർഗത്തിൽ പോകണം, അതിനു വേണ്ടി നമ്മൾ ജീവിക്കണം. നമുക്കറിയാം, ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ആത്മാക്കൾ സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ്. ഈ പ്രാർത്ഥനയൊക്കെ നമുക്ക് നൽകുന്ന ഒരു വലിയ ദൗത്യമുണ്ട്, സഭയ്ക്ക് നൽകുന്ന വലിയൊരു ദൗത്യമുണ്ട്. നമ്മുടെ ഇടവകകൾക്ക്, പൗരോഹിത്യത്തിന്, ധ്യാന കേന്ദ്രങ്ങൾക്ക് നൽകുന്ന വലിയൊരു ദൗത്യമുണ്ട്. എന്താണ്? സ്വർഗത്തിനു വേണ്ടി ജീവിക്കണം, ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ മുഴുവൻ മാറണം. ഇന്ന് നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും പല പല ശുശ്രൂഷകളും ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അതിൽ ഒരു സത്യമില്ലാതില്ല. എന്താണ്? ഭൗതികത, ലോകത്തിൻ്റെ സൗഖ്യങ്ങൾ, ലോകത്തിൻ്റെ നേട്ടങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയല്ല, പിന്നെയോ സ്വർഗത്തിനു വേണ്ടി, ആത്മാവ് നിത്യസൗഭാഗ്യം പ്രാപിക്കാൻ വേണ്ടി ഇനിയുള്ള നമ്മുടെ ജീവിതം ജീവിക്കണം. ആ ഒരു വലിയ വെല്ലുവിളിയും സത്യത്തിൻ്റെ പ്രഘോഷണവും ഈ ദിവസങ്ങളിൽ ശുദ്ധികൻ ആത്മാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം നമുക്ക് നൽകിയ വലിയൊരു ദൗത്യമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, സ്വർഗ സൗഭാഗ്യത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കാം. നമുക്കറിയാം, ഈ ലോക ജീവിതം നൈമിഷികമാണ്. സങ്കീർത്തനം 90:10 സങ്കീർത്തകനാകുന്ന ദാവീദ്, ആ ഒരു അധ്യായം മോശയുടെ പ്രാർത്ഥനയാണ്. അവിടെ മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്. 90:10 സങ്കീർത്തനം. അവിടെ പറയാണ്, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണ്, ഏറിയാൽ 80. അക്കാലം അത്രയും കഷ്ടപ്പാടും ദുരിതമാണ്. അത് പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. എങ്ങോട്ട്? ഇവിടെ നിന്ന് കടന്നു പോകും സ്വർഗത്തിലേക്ക്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 47-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ ഫറവോയോട് യാക്കോബ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ഫറവോ ചോദിക്കുമ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, എൻ്റെ ദേശാന്തരവാസം ആരംഭിച്ചിട്ട് 130 വർഷമായിരിക്കുന്നു. ദേശാന്തരവാസം ഈ ലോകത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ദേശാന്തരവാസത്തിൽ ജീവിക്കുന്നവരാ. നമ്മുടെ സ്വദേശം സ്വർഗമാണ്. ആ സ്വർഗത്തെ കണ്ട് ജീവിക്കണം.
അതുകൊണ്ടല്ലേ നമ്മൾ മൃതസംസ്കാര കർമ്മത്തിൻ്റെ അവസാനം വീട്ടിൽ നിന്ന് നമ്മുടെ ശവം എടുക്കുമ്പോൾ നമ്മൾ പാടുന്ന പാട്ടുണ്ട്. എന്താണ്? വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി, വീടിനോട് വിട. വീണ്ടും പറയാണ്, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുന്ന ഇടത്തിലേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥനയും ഈ ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നമ്മെ സ്വർഗം ഉത്ബോധിപ്പിച്ച ഒരു വലിയ കാര്യമാണ് കർത്താവിൻ്റെ കൂടെ ജീവിക്കണം, കർത്താവിൻ്റെ ഒപ്പം മരിക്കണം, കർത്താവിൻ്റെ കൂടെ ഉയർക്കണം, കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിൽ ജീവിക്കണം. അതിന് സാധിക്കും വിധം നല്ല പോലെ ഒരുക്കമുള്ള മക്കളായിട്ട് എപ്പോഴും ജീവിക്കണം. മരണം എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. വിശുദ്ധ ഫിലിപ്പിനേരി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, എങ്ങനെ നല്ല മരണത്തിന് ഒരുങ്ങാം. അദ്ദേഹം പറയാണ്, ഓരോ ദിവസവും നിന്റെ അവസാനത്തെ ദിവസമാണെന്ന് കരുതി ജീവിക്കുക. ഈ ഫിലിപ്പിനേരിയുടെ ജീവിതം ഒരു ഭയങ്കര രസമാണ്. അദ്ദേഹം ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാത പ്രാർത്ഥന ദീർഘമായ പ്രാർത്ഥനയാണ്. ബലിയർപ്പണം കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥനയുടെ അവസാനം ഇങ്ങനെ പറയും, കർത്താവേ, ഇന്ന് ഫിലിപ്പിന് അങ്ങ് കാത്തോളണം, ഇല്ലെങ്കിൽ ഫിലിപ്പ് അങ്ങയെ പറ്റിക്കും. ഫിലിപ്പിന് തന്നിൽ തന്നെ വിശ്വാസമില്ല. അതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തെ ജീവിതത്തെ ഭരമേൽപ്പിച്ച് അദ്ദേഹം ജീവിച്ചു. അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോ ദിവസവും ദൈവത്തിൽ ജീവിക്കണം. ദൈവത്തോട് ചേർന്ന് ഈശോ പറഞ്ഞ പോലെ തൈത്തണ്ടിനോട് ശാഖയെന്ന പോലെ ഈശോയോട് ഒട്ടി നിന്ന് ജീവിക്കണം. എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒത്തിരി സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്. ഞാൻ പറയും, ശുദ്ധീകരണ സ്ഥലത്തെ ഒഴിവാക്കാനുള്ള വലിയ ഒരു രഹസ്യം കേട്ടോ, എന്തെന്നറിയോ? നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ, വേദനകളെ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി മാത്രമല്ല, അനേകം ശുദ്ധീകരണ ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിയോഗം വെച്ച് അങ്ങ് കാഴ്ചവെക്കാം. എന്ന് പറഞ്ഞാൽ ഒരു സഹനത്തെയും വെറുതെ കളയരുത്, അതങ്ങ് കുരിശോട് ചേർത്ത് വയ്ക്കുക. എന്തിനാ? നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, പല മക്കളും പല പല വേദനകളെക്കുറിച്ച്, സഹനങ്ങളെക്കുറിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ച്, രോഗങ്ങളെക്കുറിച്ച്, തകർച്ചകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്ന് ഈ അനുഭവത്തിൽ നിന്ന് അച്ഛൻ പറയും, പ്രിയപ്പെട്ട മക്കളെ, അതെല്ലാം തന്നെ, അവയെല്ലാം തന്നെ നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെച്ചേ. അങ്ങനെ ചെയ്താണ്ടല്ലോ. ഒരു കാര്യം മനസ്സിലാക്കുക, ശുദ്ധീകരണം ഇവിടെ അല്ലെങ്കിൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത്, അങ്ങനെ എടുക്കുക. സഹനത്തിലൂടെയാണ്, ചൂളയിലൂടെയാണ് ശുദ്ധീകരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, അത് ഇവിടെ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇവിടത്തെ സഹനം നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കേണ്ടതിന് പകരം ഇവിടെ ഏറ്റെടുത്തെന്തോ കുഴപ്പം? അത് ഭയങ്കര ഒരു ദൈവിക രഹസ്യമാണ്, ആത്മീയ രഹസ്യമാണ്. അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഇല്ലാതെ സ്ട്രെയിറ്റായിട്ട് നേരെ സ്വർഗത്തിൽ പോവാം. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സഹനങ്ങൾ പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, നിരാശയില്ലാതെ, സങ്കടമില്ലാതെ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി മാത്രമല്ല, ശുദ്ധീകരണ ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അങ്ങ് കാഴ്ചവെക്കാം. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് ഒരു അമ്മച്ചിയുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ എല്ലാം കൊണ്ട് തകർച്ചയാണ്. ഭർത്താവ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു, മകൻ വണ്ടി ഇടിച്ച് മരിച്ചു, മകള് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. 3 പേരും മരിച്ചു. ഈ അമ്മച്ചിക്കാണെങ്കിൽ നിരന്തരമായ രോഗങ്ങൾ, ഇപ്പോഴാണെങ്കിൽ ഷുഗർ കയറി ഈ അമ്മയുടെ 2 കണ്ണിൻ്റെയും കാഴ്ച പോയി. വിധവയാണ്, അനാഥയാണ്, രോഗിയാണ്, 2 കണ്ണിനും ഒട്ടും കാഴ്ചയില്ല. നിങ്ങൾ ഓർത്തു നോക്കി ഈ അമ്മയുടെ വേദന. ഈ 3 പേരും മരിച്ചത് പെട്ടെന്നാണ്, ഒരൊരുക്കമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പെട്ടെന്നാണ്. ഈ അവസ്ഥയിൽ ഈ അമ്മ, ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും, അമ്മച്ചി
ഈ സഹനങ്ങള്, വേദനകള്, രോഗത്തിൻ്റെ, വിരഹത്തിൻ്റെ, വൈധവത്തിൻ്റെ, അനാഥത്വത്തിൻ്റെ വേദനകള് കർത്താവിന് കുരിശോട് ചേർത്ത് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചോ? അത് ഭയങ്കര അനുഗ്രഹ. ഈ കഴിഞ്ഞ ദിവസം ഈ അമ്മച്ചി കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ഓപ്പറേഷന് പോവാ. അത് വലിയ പ്രത്യാശയൊന്നുമില്ല, എന്നാലും ലാസ്റ്റ് കൈയായിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഓപ്പറേഷൻ. ഈ സമയത്ത് ഈ അമ്മ ഓപ്പറേഷൻ മുമ്പ് തലേദിവസം പറയാണ്, മോനെ അച്ഛാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അതായത് 2 മക്കള് വെള്ള വസ്ത്രം ധരിച്ച് സ്വർഗത്തില് അവര് ഓടി നടക്കുന്നു സന്തോഷത്തോടെ. എൻ്റെ ഭർത്താവ് കൈ നീട്ടി സ്വർഗത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നു. ഇങ്ങനൊരു സ്വപ്നം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഭയങ്കര സന്തോഷം ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചു നോക്കിക്കോ. അമ്മ ഈ വേദനയില്, ഈ സഹനത്തില് പരാതിയില്ല, പരിഭവമില്ല, നിരാശയുടെ ഒരു വാക്ക് ഈ അമ്മയിൽ നിന്ന് കേൾക്കാൻ പറ്റില്ല. സന്തോഷം ആരും പറയില്ല. ഫോണിൽ കൂടെ സംസാരിച്ചാൽ ഈ മകൾ ഇതുപോലെ സഹിക്കുന്നവളാണെന്ന്. കാരണം എന്താ? തൻ്റെ സഹനങ്ങളെ ഒട്ടും പാഴാക്കാതെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് സമർപ്പിച്ച് ഇതാ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാത്രമല്ല തൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കാഴ്ചവെച്ചു. ഞാൻ എപ്പോഴും പറയും, അമ്മച്ച് നോക്കിക്കോ, നേരെ സ്വർഗത്തിലേക്ക് പോവും. അങ്ങനെ പോകണമെങ്കിൽ കണ്ടീഷൻ കൂടി ഞാൻ പറയും, പരാതിപ്പെടരുത്, സങ്കടപ്പെടരുത്, നിരാശപ്പെടരുത്. ഇഷ്ടം പോലെ വേദന ഉണ്ടല്ലോ, ഒന്നും കളയാതെ കുരിശോട് ചേർത്ത് വയ്ക്കി. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എന്ത് ആയാസകരമാകും. ഡൈവോഴ്സിന് പോവോ, ഒരു കേസിന് പോകുമോ, ജീവിതത്തിൽ മടുത്ത് ആത്മഹത്യ ചെയ്യോ? എല്ലാം ദൈവഹിത പ്രകാരം കുരിശോട് ചേർത്ത് വയ്ക്കും. അതെല്ലാം നമ്മുടെ വിശുദ്ധീകരണത്തിന് കാരണമാക്കും. നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന്, ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനാത്ത മക്കൾക്ക് വേണ്ടി എല്ലാം കാഴ്ചവെക്കുമ്പോൾ അത് ആത്മാക്കൾക്ക് രക്ഷയായിട്ട് മാറും, നമുക്ക് രക്ഷയായിട്ട് മാറും. പിന്നെ ജീവിതത്തിൽ സഹനങ്ങളൊക്കെ നമുക്കൊരു ഹരമായിട്ട് മാറും. എത്ര ത്യാഗം വന്നാലും, എത്ര വേദന വന്നാലും, എത്ര രോഗം വന്നാലും ഈ ഒരു രഹസ്യം നമുക്ക് പിടികിട്ടിയാൽ പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, സന്തോഷത്തോടെ അതെല്ലാം കുരിശോട് ചേർത്ത് വയ്ക്കും. ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ ഇവിടെ പൂർത്തിയാകും. ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി നമ്മൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. ഈ കാഴ്ചവയ്ക്കൽ അനേക ശുദ്ധീകരാത്മാക്കളെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ആത്മീയ രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. എപ്പോഴും നല്ല മരണത്തിന് ഒരുക്കമുള്ളവരായിരിക്കുക. എന്തെങ്കിലും അശുദ്ധി, പാപമാലിന്യം ഉണ്ടെങ്കിൽ കുമ്പസാരിക്കുക, പാപത്തിൽ നിന്ന് ഓടി അകലുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, കർത്താവിനോടൊപ്പം വസിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം സുഖകരമാകും, സുഗമമാകും. സഹനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കും. പരാതിയില്ലാത്ത ഒരു കാര്യം കൂടി അച്ഛൻ പറഞ്ഞോട്ടെ, ഈ ലോകത്തിൽ സഹനം നിറഞ്ഞ ജീവിതം ആണ്. കുടുംബജീവിതത്തിലാകട്ടെ, പൗരോഹിത്യത്തിലാകട്ടെ, സന്യാസത്തിലാകട്ടെ, ജീവിതത്തിൽ ഏത് അന്തസ്സുമാകട്ടെ, ഏത് മേഖല, ജോലി, ബിസിനസ്, എന്തുമാകട്ടെ, എല്ലാത്തിലും സഹനമുണ്ട്. കുരിശ് ചുമക്കണം. ആ കുരിശ് ഈ അർത്ഥം മനസ്സിലാക്കി ചുമന്ന് കർത്താവിൻ്റെ പിന്നാലെ പോകാനായാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് രക്ഷ സുനിശ്ചിതം. പരാതിയില്ലാതെ, വീണ്ടും പറയാ, പരിഭവമില്ലാതെ, സങ്കടമില്ലാതെ, പിറുപിറുപ്പില്ലാതെ, നിരാശയില്ലാതെ, കരുത്തോടെ കർത്താവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ സ്വർഗത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യും. അവൻ്റെ സാന്നിധ്യം, അവൻ്റെ ആശ്വാസം, അവൻ്റെ സാമീപ്യം, അവനെ ചേർത്ത് പിടിക്കൽ ഇവിടെ ഈ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിനോടൊപ്പം ജീവിക്കാൻ കർത്താവെ കൃപ നൽകണമേ എന്ന് നമുക്ക് ഈശോയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരിക്കലും കർത്താവിനെ വിട്ടു പോകാതെ ഈശോയോട് ചേർന്ന് സ്വർഗത്തെ ലക്ഷ്യമാക്കി ഈ ജീവിതം നയിക്കുവാൻ ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ വലിയ പ്രാർത്ഥനയോടെ നമുക്കിന്ന് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ സഹനങ്ങളും, എല്ലാ വേദനകളും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി കൂടി ഇന്ന് ബലിയോട് ചേർത്ത് ഈ ആരാധനയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും ചേർത്ത് പിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ നമ്മെ സംരക്ഷിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മെ അവിടുത്തെ സ്വന്തമാക്കി കൈക്കൊള്ളട്ടെ.
ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഈശോയേ, ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, കാരുണ്യമേ. ഈശോയെ ആരാധിക്കുന്നു. ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്രാ, ആമേൻ ആമേൻ സർവശക്താ, നിത്യപിതാവേ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചുവരവെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടാകണമേ. ദിവ്യകാരുണ്യനാഥ, ഈ നവംബർ മാസത്തില് ഈ 10 ദിവസങ്ങൾ അങ്ങ് വലിയ ഉത്തരവാദിത്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി ഭരമേൽപ്പിച്ചു. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അവിടുന്ന് നിയോഗിച്ചു. ഈ 10-ാം ദിവസം ഈശോയെ വലിയ സന്തോഷത്തോടെ, വലിയ സ്നേഹത്തോടെ, അതിലേറെ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൃപകൾ, അങ്ങ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഏറെയാണ്. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തിൽ, പാരമ്പര്യത്തിൽ, അതോടൊപ്പം തന്നെ അനേക ശുദ്ധീകരണാത്മാക്കളെ അവിടുന്ന് വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിന് പ്രാപ്തരാക്കുവാൻ കരുണ ചൊരിഞ്ഞു. അതിനെല്ലാം ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പ്രത്യേകമായ വിധത്തിൽ ഈശോയെ ഒരിക്കൽ കൂടി ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ നിലയില്ലാത്ത കരുണക്കടലിലേക്ക് ഈശോയെ ഞങ്ങൾ ആഴ്ത്തുന്നു. കർത്താവേ, വലിയ അഭിഷേകം, വലിയ കരുണയുടെ കുത്തൊഴുക്ക് ഇന്ന് ഈ അവസാന ദിവസം എല്ലാ ശുദ്ധീകരണ ആത്മാക്കളിലേക്കും നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ. പ്രത്യേകമാവിധം കർത്താവേ, എല്ലാ സെമിത്തേരികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
സെമിത്തേരിയില്, കല്ലറകളില് വിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ മക്കളെയും, അവരുടെ ആത്മാക്കളെയും ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുദ്ധീകരണ സ്ഥലത്തെ കാലിയാക്കുന്ന ശുശ്രൂഷയാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ സ്വർഗം ആഗ്രഹിക്കുന്നത്. അതൊരു വലിയൊരു ഉത്തരവാദിത്വമാണ്, ദൗത്യമാണ്. അതിതാ കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചു. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു. ഇനിയും നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വലിയൊരു അഭിഷേകത്തില് ശുദ്ധീകരണ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വലിയ കരുണ, ആ നിലയില്ലാത്ത കരുണക്കടലിലേക്ക് ശുദ്ധീകരണ സ്ഥലത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്കൊരുമിച്ച് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. കരുണാമയ കനിയേണമേ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ദൈവപിതാവേ കനിയേണമേ, വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ, എല്ലാ ശുദ്ധീകരണ ആത്മാക്കളുടെ ഇവരിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ഈ മക്കളിൽ ഇവരിൽ കരുണയായിരിക്കണമേ. എല്ലാ ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും അങ്ങയുടെ വലിയ കരുണ നിറഞ്ഞൊഴുകട്ടെ എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് അവരെല്ലാവരെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥനയിൽ അങ്ങ് ഞങ്ങളെ ഉത്ബോധിപ്പിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. നീ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ജീവിത അന്ത്യത്തെക്കുറിച്ച് ഓർക്കണമെന്ന് അങ്ങ് ഞങ്ങളെ ഇന്ന് ഓർമ്മപ്പെടുത്തി. ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. ഞങ്ങളുടെ ജീവിതയാത്ര സ്വർഗത്തിലേക്കാണ്. ഞങ്ങളുടെ സ്വഭവനം സ്വർഗമാണ്. ഈ ലോകത്തിൽ ഞങ്ങൾ പരദേശികളാണ്. ദേശാന്തരവാസത്തിലായിരിക്കുമ്പോൾ, സ്വന്തം ദേശത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈശോയെ, വലിയ പ്രാർത്ഥനയിൽ അങ്ങയോടുള്ള ആഴമായ ബന്ധത്തിൽ ഞങ്ങൾ ജീവിക്കണം എന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. എപ്പോഴും ഒരുക്കമുള്ള മക്കളായിരിക്കണം. ഈശോയെ, ആ ഒരു വലിയ ദൗത്യം അങ്ങ് ഞങ്ങളെ ഇന്ന് ഭരമേൽപ്പിച്ചു. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത ലക്ഷ്യം മറക്കാതെ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കാൻ, എപ്പോഴും അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ യാത്ര സ്വർഗത്തിലേക്കാണ്. നമ്മുടെ യാത്ര ഈശോയോടൊപ്പമായിരിക്കണം. തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ ഈ ദിവ്യ കാരുണ്യ ഈശോയോട് ചേർന്ന് അവന്റെ മാറിൽ, അവന്റെ വശത്തിൽ യോഹന്നാനെ പോലെ ചാരിക്കിടന്ന് അവന്റെ കാരുണ്യത്തിന്റെ കുരിശിന്റെ ചുവട്ടിൽ സ്വന്തമായിട്ട് അവനെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കുവാൻ നമുക്കിടയാകണം. നമുക്ക് ഈശോയോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ മക്കളെ സമർപ്പിക്കാം. സ്വർഗത്തിന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തിലെ നൈമിഷിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയല്ല, പിന്നെയോ സ്വർഗത്തിനു വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈശോയെ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും സഭയെയും ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണം. നമുക്കൊരു തീരുമാനമെടുക്കാം. ഈശോയുടെ കൂടെ ജീവിക്കും, ഈശോയുടെ കൂടെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യും. ഈ ഗാനത്തിന് ഈരടികളോട് ചേർന്ന് നമുക്ക് വലിയ സന്തോഷത്തോടെ ഈ ഒരു സമർപ്പണം കർത്താവിന് നടത്തിക്കൊണ്ട്, കർത്താവിന് പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ.
അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചൂടുമതി മാറിലേക്ക് ചാഞ്ഞ് യേശുവന്റെ ചാരിക്കിടന്ന് കൂടെ മതി. ഈശോയെ അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി യേശുവന്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി യേശുവന്റെ കൂടെ മതി. ഈശോയെ നല്ലൊരു മരണത്തിനു വേണ്ടി ഇന്നു മുതൽ ഞങ്ങൾ ഒരുക്കമുള്ള മക്കളായി ജീവിക്കട്ടെ. സ്വർഗത്തെ ലക്ഷ്യമാക്കി മാത്രം ഞങ്ങൾ ജീവിക്കട്ടെ. ഈ ലോക സുഖഭോഗങ്ങളുടെ പിന്നാലെ ഞങ്ങൾ പോകാതിരിക്കട്ടെ. ഈ ഒരു വലിയ അഭിഷേകം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ കരുണയിൽ ശരണപ്പെട്ട് അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിൽ എപ്പോഴും അഭയം തേടി അങ്ങയോടൊപ്പം എന്നും ജീവിച്ച് അങ്ങയോടൊപ്പം മരിച്ച് അങ്ങയോടൊപ്പം ഉയർത്ത് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യമരുളണമേ, കൃപയരുളണമേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ യുവമക്കളെ സമർപ്പിക്കുന്നു, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു, എല്ലാ പുരോഹിതരെയും സമർപ്പിതരെയും സമർപ്പിക്കുന്നു. കർത്താവേ, നാനാജാതി മതസ്ഥരായ മക്കൾ ഈ കരുണ അറിഞ്ഞ് സ്വർഗത്തിനു വേണ്ടി ജീവിക്കാൻ ഇടയാക്കണമേ. അതിനു വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധികനാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് വലിയ തീഷ്ണതയോടെ വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ അവസാന ദിവസം എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ചിട്ടപ്പെടുത്തുവാൻ, സ്വർഗത്തിനു വേണ്ടി വേർതിരിച്ചു നിർത്തുവാൻ വലിയ അഭിഷേകത്തിനു വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഏകരക്ഷകനായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല, രക്ഷയില്ല. ലോകം മുഴുവനും നാനാജാതി മതസ്ഥരും ഈ കരുണയിലേക്ക് തിരിയണം. അതിനുവേണ്ടി ലോകം മുഴുവനും വേണ്ടി നമുക്കിന്ന് പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ശുദ്ധികനാത്മാക്കൾക്ക് വേണ്ടി കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ലഭിച്ച സന്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും പ്രാർത്ഥിക്കാനും നമ്മയും ലോകം മുഴുവനെയും ശുദ്ധികനാത്മാക്കളെയും കർത്താവിന്റെ കരുണയിൽ പരമേൽപ്പിക്കാനും നമുക്കിടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് കരുണയുടെ ജപമാലയിലേക്ക് പ്രവേശിച്ച് ഈ വലിയ കരുണ സ്വന്തമാക്കി ഈ അഭിഷേകത്തിനു വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ
ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോ ഗെത്സേമനയിൽ രക്തം വിയർത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ എല്ലാ ശുദ്ധികരാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്ന അതിദാരുണമായ പീഡാസഹനങ്ങൾ നമുക്ക് ഓർക്കാം. പടയാളികൾ മാറി മാറി ഈശോയെ അതിക്രൂരമായിട്ടടിക്കുമ്പോൾ ഈശോയേറ്റ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യത ശുദ്ധികനാത്മാക്കളുടെ മേല് കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും
കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. മുൾമുടി ധരിപ്പിക്കപ്പെട്ടപ്പോൾ ഈശോയേറ്റ പീഡനങ്ങള്, മുറിവുകള് എത്രയോ വലുത്. ആ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഭാരമേറിയ കുരിശ് വഹിച്ചുകൊണ്ട് ദാഗുൽത്തായിലേക്ക് നടന്നു നീങ്ങുന്ന ഈശോ പലവട്ടം വീണ് എഴുന്നേറ്റ് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്കായി മരിക്കാനായിട്ട്
ഗാഗുൽത്തായിലേക്ക് നടന്നു നീങ്ങുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഗാഗുൽത്തായിലെത്തി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങൾ, രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞ് അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കുന്ന ഈശോയുടെ കാരുണ്യം, ആ വലിയ കരുണയിലേക്ക് എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ.
സഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. ഈശോയുടെ അതിദാരുണമ പീഡ സഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. ഈശോയുടെ അതിദാരുണമ പീഡ സഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. ഈശോയുടെ അതിദാരുണമ പീഡ സഹനത്താ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തു. ഞങ്ങളെല്ലാവരും രക്ഷപ്പെടണം, ഞങ്ങൾ ആരും നശിച്ചു പോകാൻ പാടില്ല. അതായിരുന്നല്ലോ ഈശോയെ അങ്ങയുടെ തിരുഹിതം. വലിയ സ്നേഹത്തോടെ, നന്ദിയോടെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അങ്ങയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നശിക്കാതിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനെ പോലെ കുരിശിൽ മരിച്ചു. അങ്ങേ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ചു, ജീവൻ നൽകി, വീണ്ടെടുത്തു, രക്ഷിച്ചു. ആ വലിയ രക്ഷ എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്കും ഇപ്പോൾ നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വീടിനെയും മണ്ണിനെയും ലോകം മുഴുവനെയും ഈശോയെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, കരുണാമയനേ, യേശുവേ,
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ